ബിസ്മില്ല തുടങ്ങാല്ലേ. അപ്പോൾ ഇന്ന് ജൂലൈ 21, അതായത് മാനവലോകത്തിൻ്റെ ഒരു വിപ്ലവകരമായ ഒരു മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം നടന്നൊരു ദിവസം. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോൾഡ് വാർ അതിന് ബേസ് ചെയ്തിട്ട് പരസ്പരം ആര് മുമ്പിലെത്തുന്നുള്ള ഒരു പന്തയത്തിൻ്റെ പേരിൽ അമേരിക്ക വലിയൊരു വാഗ്ദാനം ചെയ്യുന്നു, ലോകത്തിന് മുമ്പ് ഒരു വാക്ക് നൽകുന്നു. 2, 1, 0, all engine running. We choose to go to the moon in this decade and do the other thing, not because they are easy, but because they are hard. Houston, we see you on there. Tranquility Base here. Eagle has landed. അപ്പം ഇതിന്റെയൊക്കെ തുടക്കം എന്നുള്ളത് 1945 അമേരിക്കയും യു.എസ്.ആറും തമ്മിലുള്ള കോൾഡ് വാർ അല്ലെങ്കിൽ ശീതയുദ്ധത്തിൽ നിന്നാണ്. ആർമി കൊണ്ടോ അല്ലെങ്കിൽ ആയുധങ്ങൾ കൊണ്ടോ ഉള്ള യുദ്ധത്തിന് പകരം ആർമി സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും എക്കണോമിക്കൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയും കൊണ്ടുണ്ടായ ഒരു യുദ്ധമായിരുന്നു ഈ കോൾഡ് വാർ എന്നുള്ളത്. അപ്പം 1957 അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റമായിരുന്നു യു.എസ്.ആറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്പുട്നിക് 1 എന്ന ഒരു ഹാൻഡ് മെയ്ഡ് സാറ്റലൈറ്റിനെ ബഹിരാകാശത്ത് അയക്കുന്നതോടുകൂടി ഇതിന്റെ ഒരു തലവരെ തന്നെ മാറി വരികയാണ്. അവിടെ നിന്നാണ് ഈ ആർമി വാണിജ്യ മേഖലയിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് സ്പേസ് റേസിലേക്ക് ലോകം കടന്നു വരുന്നത്. ഈ സ്പേസ് റേസിന്റെ ഭാഗമായിട്ട് തന്നെ USSR ഈ സ്പുട്നിക് 1 അല്ലാതെ അതേ വർഷം തന്നെ 1957 തന്നെ ലൈക്ക എന്നുള്ള നായിനെ കൂടി സ്പേസിലോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, തൊട്ടടുത്ത വർഷങ്ങളിലായിട്ട് യൂറി ഗഗാറിൻ എന്നൊരു ബഹിരാകാശ സഞ്ചാരിയെ കൂടി എന്താക്കിയിട്ടുണ്ട് USSR സ്പേസിലോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മൂന്ന് തിരിച്ചടികളാണ് USSRന്റെ ഭാഗത്തു നിന്നും അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റായ ജോൺ എഫ് കെന്നഡി തൻ്റെ വൈസ് പ്രസിഡന്റിന് ഒരു കത്ത് ചെയ്യുന്നത്. USSR തുടർച്ചയായുള്ള 3 പ്രതിരോധത്തിന് ശേഷം നമ്മൾ എങ്ങനെ അതിന് അതിജയിക്കും അല്ലെങ്കിൽ അതിന് മുൻകടക്കും എന്നുള്ള ചോദ്യമായിട്ടായിരുന്നു ആ കത്തുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ജോൺ എഫ് കെന്നഡി ഒരു പ്രഖ്യാപനം നടത്തുന്നത്. of landing a man on the moon and returning him safely to the earth. പതിറ്റാണ്ട് കഴിയുന്നതിന് മുമ്പ്, അതായത് 1970 തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യും, ആദ്യത്തെ മനുഷ്യൻ ചന്ദ്രനിൽ എത്തുകയും ചെയ്യും, അതിന് ഏറ്റവും സേഫായ രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും എന്നുള്ള വലിയ പ്രഖ്യാപനം അങ്ങ് അമേരിക്ക മുമ്പിൽ ജനതകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയായിരുന്നു. ആ പ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അമേരിക്ക വലിയൊരു ക്രൈസിസ് ഉള്ള സമയത്തും അപ്പൊ വളരെ കോൺഫിഡന്റ് ആയിക്കൊണ്ട് ഞങ്ങള് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്നല്ല, സേഫായിട്ട് ഭൂമിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന കൂടി ജോൺ എഫ് കെന്നഡി അപ്പോ പ്രഖ്യാപിക്കാണ്. അതെ, ഈ ഒരു സമയത്താണ് അപ്പോളോ 1 എന്നുള്ളത് 1967 ഫെബ്രുവരി 21 അപ്പോളോ 1 എന്നൊരു മിഷന്റെ ദൗത്യത്തിന്റെ ആരംഭം കുറിക്കുന്നത്. അതായത് ഒരു ഹിസ്റ്റോറിയുടെ ആരംഭം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, ടെക്നോളജിയിൽ വളരാത്ത കാലത്ത് ഒരു മനുഷ്യനെ സ്പേസിലേക്ക് എത്തിച്ച് തിരിച്ചു കൊണ്ടുപോയത് എന്നുള്ളത് ഒരു അവിശ്വസനീയമായ കാര്യമാണ്. അത് അങ്ങനെ തള്ളാൻ പറ്റില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, യാ മഅ്ശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരി സമാവാതി വൽ അർദ് ഫൻഫുദു ലാ തൻഫുദു ഇല്ലാ ബിസുൽത്താൻ. മനുഷ്യ സമൂഹത്തിനോടും ജിന്ന സമൂഹത്തിനോടായിട്ട് അള്ളാഹ് പറയുന്നതാണ്, ഭൂമിയുടെ അതിർവരമ്പുകൾ താണ്ടി പ്രപഞ്ചം നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുക, പക്ഷെ അതിലെല്ലാത്തിലും അള്ളാഹിന്റെ ഒരു കുദ്റത്ത് ഉണ്ടാവുന്നതാണ്. അപ്പോ കയ്യൊന്ന് നമുക്ക് ഈ ആയത്തിലൂടെ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹ് നമ്മളോട് സഞ്ചരിക്കാൻ പറയുന്നുണ്ട്. ഈ ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായി അല്ലെങ്കിൽ ഈ അപ്പോളോ മിഷൻ ടോട്ടലായി നോക്കുകയാണെങ്കിൽ ഇത് പ്രഖ്യാപനം നടത്തി ആരംഭിക്കുന്നത്, ഇതിനൊരു ആരംഭം കുറിക്കുന്നത് 1967 അത് ആ ഒരു നൂറ്റാണ്ട് കഴിയാൻ കേവലം 2 വർഷമേ ബാക്കിയുള്ളൂ. ഏപ്രിൽ 21 ഇതിന്റെ ലോഞ്ചിങ് നടക്കുന്നത്. അതിനിടെ അവര് തിരിച്ചെത്തുക എന്നുള്ളത്, അത് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ടൈമാണ്, ടെക്നോളജി വളർന്നുകൊണ്ടുവരികയാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർ അത്ര വലിയൊരു വാഗ്ദാനം നൽകുക എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവർ മുമ്പിൽ കണ്ട ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയായിരുന്നു. പോരാത്തതിന് 2 മാസത്തിന്റെ ഇടയിൽ അത്രയും ചെറിയൊരു കാലയളവിലായിരുന്നു ഓരോ മിഷനുകൾ. അതായത് ഇപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പലരും പറയും അപ്പോളോ മിഷൻസ് ഫേക്ക് ആണ്. എല്ലാരും നോക്കുന്ന അപ്പോളോ 11 പക്ഷെ അതിന്റെ മുമ്പ് നടന്ന അപ്പോളോ 1, 2, 3, 4 അതൊക്കെ ഓരോ വസ്തുവിന്റെ ഓരോ സാധനത്തിന്റെ ടെസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പോ അപ്പോളോ 1 കഥ എടുത്ത് നോക്കിയാൽ ആ മോളിലുള്ള കമാൻഡ് മൊഡ്യൂൾ എന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്തിന്റെ ടെസ്റ്റ് ആയിരുന്നു അപ്പോളോ 1 എന്നുള്ള മിഷൻ. അതില് പക്ഷെ ആ മിഷൻ ഫെയിലാവുകയും അതിന്റെ 3 ആൾക്കാർ തീപിടുത്തം കാരണം അതിൽ 3 ആൾക്കാർ മരിച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഓരോ ടെസ്റ്റ് ആയിരുന്നു തുടർന്ന് അങ്ങോട്ടേക്ക്. അപ്പോ അമേരിക്കയിൽ നിന്ന് നല്ല ഒരു പ്രഷർ. ആ സമയത്ത് കുറെ പേര് രംഗത്തൊക്കെ വന്ന് ആളുകൾ തന്നെ ഒരുപാട് പേര് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. നാസിൽ നിന്ന് ഒരുപാട് പേര് അമേരിക്കന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രഷർ നിർത്തണം, മിഷൻ അബോർട്ട് ചെയ്യണം, എങ്ങോട്ട് തുടരാൻ പറ്റില്ല. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന പ്രസിഡന്റുമാരും അവിടുത്തെ നാസാന്റെ ആൾക്കാരൊക്കെ എന്താക്കി, ഇത് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് തുടർന്നു കൊണ്ടുപോവാണ് ചെയ്തത്. ഈ ഒരു സാഹചര്യത്തെ കുറിച്ച് ഒരു എഴുത്തുകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അത്രത്തോളം വലിയൊരു ക്രൈസിസ് ആയിരുന്നു അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെല്ലാം രോഷാകുലരായ അത്രയും വലിയൊരു ക്രൈസിസ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവര് ഈ ഒരു മിഷന് എത്രത്തോളം പ്രാധാന്യം നൽകി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഈ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടതിന് പുറമെ ഈ നാസ മനുഷ്യനെ തിരിച്ചതിന് ശേഷം ഒരുപാട് ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. സ്റ്റാൻലി ക്യൂബ്രിക് എന്ന ഡയറക്ടറുടെ സഹായത്തോടു കൂടി സ്റ്റുഡിയോ സെറ്റപ്പിലുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്ന് വീഡിയോസ് ഒക്കെ ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും വിമർശനങ്ങളും നാസ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത്രയൊക്കെ വിമർശനങ്ങൾ ഏറ്റിട്ടും നാസയുടെ ഭാഗത്തുണ്ടായത് എന്താ വെച്ചാല് ഓരോ ചോദ്യങ്ങൾക്കും കൃത്യമായ ഒരു സയന്റിഫിക് ആണെങ്കിലും ലോജിക്കലാണെങ്കിലും വളരെ കൃത്യമായ ഒരു ഉത്തരങ്ങൾ നാസയ്ക്ക് നൽകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. അപ്പോൾ ഇവന്റെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് 3 ഭാഗമായിട്ടുണ്ട്. കമാൻഡ് മൊഡ്യൂള്, സർവീസ് മൊഡ്യൂള്, പിന്നെ ലൂണാർ മൊഡ്യൂൾ. ഈ കമാൻഡ് മൊഡ്യൂളാണ് ആൾക്കാർ ഇരിക്കുന്നത് യാത്ര ചെയ്യുന്നതൊക്കെ. ഇപ്പൊ സ്പേസിലേക്ക് ഇവരെ വഹിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട്, ഈ അപ്പോളോ 11 വഹിച്ചു കൊണ്ടാൻ വേണ്ടിയിട്ട് സാറ്റൻ V5 എന്നുള്ള ഒരു റോക്കറ്റിനാണ് യൂസ് ആക്കിയത്. സ്പേസിലെത്തിയതിനു ശേഷം കമാൻഡ് മൊഡ്യൂളും ലൂണാർ മൊഡ്യൂളും 2 ഭാഗമായിട്ട് തിരിയുന്നുണ്ട്. ഈ കമാൻഡ് മൊഡ്യൂളിനെ കൊളംബിയ എന്നും അതുപോലെ ഈ ലൂണാർ മൊഡ്യൂളിനെ ഈഗിൾ എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ ലൂണാർ മൊഡ്യൂള് ചന്ദ്രനിലേക്ക് ഇറങ്ങും. അതിൽ ബസ് ആൾഡ്രിനും അതുപോലെ നീൽ ആംസ്ട്രോങ്ങും ചന്ദ്രനിലേക്ക് ഇറങ്ങും. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ മൈക്കിൾ കൊളിൻസ് എന്താക്കിയിട്ടില്ല, ചന്ദ്രനിലേക്ക് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം കമാൻഡ് മൊഡ്യൂളിൽ ഇരുന്നിട്ട് പക്ഷെ അദ്ദേഹം ഇതിന്റെ വലിയൊരു ഭാഗമായിരുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹം ഇത് സെറ്റ് ചെയ്യുന്ന സാധനമാണ്. ഈ ലൂണാർ മൊഡ്യൂളും അതുപോലെ കമാൻഡ് മൊഡ്യൂളും അവസാനം തോന്നി യോജിക്കുന്നുണ്ട്. അപ്പോ അതുവരെ അതിനെ കൺട്രോൾ ആക്കാൻ വേണ്ടിട്ട് അദ്ദേഹം സ്പേസിൽ തന്നെ ചന്ദ്രന്റെ വലിയൊരു ഡ്യൂട്ടി അല്ലെങ്കിൽ വലിയൊരു ഉത്തരവാദിത്വം ചുമത്തുകയായിരുന്നു മൈക്കിൾ കോളിൻസിന്റെ. അവിടെ എത്തിയതിനു ശേഷമുള്ള സംഭവത്തിന്റെ പേരിലാണ് കുറെ കോൺസ്പിറൻസി തിയറികളൊക്കെ ഉടലെടുക്കുന്നത്. ഉദാഹരണത്തിന് സീരിയലിന്റെ പ്രശ്നവും ബാറ്ററി സ്റ്റാർ കുറെ കാരണം ചൂണ്ടിക്കാണിച്ചത് പ്രശ്നമുണ്ട്. പക്ഷെ എന്താ പറഞ്ഞാല് ഇതിനെല്ലാം കറക്റ്റ് ഉത്തരവുണ്ട് നാസാന്. ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, ഫ്ലാഗിന്റെ പ്രശ്നം അത് സ്വിങ് ചെയ്യുന്ന എയറിലൂടെ ഒരു കാറ്റത്ത് ആടുന്ന രീതിയിലാണ് കാണിക്കുന്നത്, വിഷ്വലാണെന്ന്. പക്ഷെ സൂക്ഷിച്ച് നോക്കിയാൽ അതിനുള്ള ഉത്തരവ് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അത് ഏതുവരെ ഉള്ളൂ, അവര് ആ ഫ്ലാഗ് പോയിന്റ് ഔട്ട് ചെയ്യുന്നവരേ ഉള്ളൂ. ആ ഒരു തൊടുന്ന ആ സമയത്തുള്ള ആ ഒരു ഷേക്ക്. അതിന് ഉത്തരം പറയുന്നത് നാസാക്ക് അല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർക്ക്, നാസയിലെ സയന്റിസ്റ്റിന് കൃത്യമായ ബോധം ഉണ്ടായിരുന്നു. കാരണം ഗ്രാവിറ്റി ഇല്ല എന്നുള്ള പൂർണ്ണമായ ബോധം അവരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ കൊണ്ടുപോകുമ്പോൾ ക്യാരി ചെയ്ത ഫ്ലാഗ് തന്നെ അല്ലെങ്കിൽ അതിന്റെ ഹോസ്റ്റ് തന്നെ ഒരു വെർട്ടിക്കൽ ഷേപ്പിനൊപ്പം ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൂടി അതിൽ ആഡ് ചെയ്ത് അല്ലെങ്കിൽ എന്താ പറയാ ഒരു എൽ ഷേപ്പിന് ഓപ്പോസിറ്റ് ഷേപ്പ് അങ്ങനെ തന്നെ പറയാം. ആ രീതിയിലാണ്. കാരണം അവരുടെ ഫ്ലാഗ് നിവർന്നു നിൽക്കണം എന്നുള്ള റീസൺ അവർക്ക് പൂർണ്ണമായും ബോധം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നീലിന്റെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ അതില് പ്രധാനമായിട്ട് അവർ റിഫ്ലക്ടേഴ്സ് ഒരുപാട് വെച്ചിരുന്നു. കാരണം ലൈറ്റിന്റെ റിഫ്ലക്ടേഴ്സ് സ്ഥാപിച്ചെന്ന് നാസ പറയുന്നുണ്ട്. ഞങ്ങൾ വെറുതെ പോയതല്ല, അവർക്ക് ഒരുപാട് സീസ്മിക് ആക്ടിവിറ്റീസ് ഒക്കെ അളക്കാൻ വേണ്ടിട്ട് ഒരുപാട് വസ്തുക്കളൊക്കെ കൊണ്ടുപോയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ റിഫ്ലക്ടേഴ്സും കൊണ്ടുപോയിരുന്നു. അതിൽ പതിച്ച പ്രതിബിംബങ്ങളാണ് നിഴലുകള്. പിന്നെ നക്ഷത്രന്റെ പ്രധാനപ്പെട്ട പറയുന്നത് എന്തില്ലെങ്കിൽ അവരുടെ എക്സ്പോജർ അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാല് അവർ പകല് സമയത്തായിരുന്നു പോയിരുന്നുള്ളത് എന്നാണ്. പകല് സമയത്ത് പോയതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റാത്തത് നക്ഷത്രം കാണാത്ത പ്രധാനപ്പെട്ട റീസൺ. പിന്നെ പറയുന്നത് എന്താ പറഞ്ഞാല് അവര് എക്സ്പോജർ ബാലൻസ് ചെയ്യുമ്പോൾ, കാരണം ക്വാളിറ്റി ഇല്ലാത്ത ക്യാമറ ആണ്, അതിന് എക്സ്പോഷർ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് മങ്ങിപ്പോയി കാണാൻ പറ്റാത്തതാണെന്നാണ് പ്രധാനപ്പെട്ട റീസൺ. പിന്നെ ഈ യാത്രക്കിടയിൽ അവര് നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അത് തിരിച്ച് ലാൻഡർ തിരിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് അവരുടെ ആ ലാൻഡർ തിരിച്ച് ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് എന്താകുന്നുണ്ട്, പൊളിഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇത് അവർ ലാൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ സംഭവിച്ച സാധനമാണ്. പക്ഷെ എന്താ പറഞ്ഞാല്
ഈ സ്പേസിൽ ഗ്രാവിറ്റി ഇല്ലാത്ത പ്രശ്നം കൊണ്ട് അവരെന്താന്നില്ല, അവർക്ക് സൗണ്ട് ട്രാവൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് മനസ്സിലായില്ല. അവർ രണ്ടുപേരും തിരിച്ചറിഞ്ഞില്ല. പിന്നീടാണ് എന്താണത് ബസ് ആൽഡ്രിന് ഒരു പിൻബോൾ വെച്ച് ഉപയോഗിച്ച് അതിനെ ഓൺ ചെയ്യുന്നതും അതിലേക്ക് കറക്റ്റായി കണക്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെ സംഭവിച്ച് അവരെത്തിയതിനു ശേഷം ഭൂമിയിലേക്ക് എത്തിയ ശേഷം ആഴ്ചകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഒരുപാട് ദിവസത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവര് ക്വാറന്റൈനായി. അതായത് അറിയാത്തൊരു ഗ്രഹത്തിൽ നിന്ന് അല്ലെങ്കിൽ അറിയാത്തൊരു ഉപരിതലത്തിൽ നിന്ന് വരികയാണ് അവർ. പസഫിക് ഓഷ്യനിലല്ലേ വന്നിറങ്ങിയത്? പസഫിക് ഓഷ്യനിൽ വന്ന് ഇറങ്ങുന്നു. പിന്നീട് അവർ ആഴ്ചകളോളം ക്വാറന്റൈൻ ചെയ്യുന്നു. അവരിൽ നിന്ന് മറ്റു വൈറസ് എന്തെങ്കിലും പകരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള ഗവേഷണം നടത്തുന്നു. ഒന്നുമില്ല അറിഞ്ഞതിന് ശേഷം അവർ വീണ്ടും നോർമൽ ലൈഫിലേക്ക് മടങ്ങുന്നു. അവര് ചന്ദ്രനിൽ നിന്ന് വരുന്ന സമയത്ത് ഭൂമിയിലേക്ക് അവിടുത്തെ കല്ലും മറ്റു സാധനങ്ങളും കണക്കിന് സാധനങ്ങൾ അവര് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു പറയുന്നു. പക്ഷെ അത് ജനങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഒരു സാധനവും ജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ചോദ്യം. അല്ല, പബ്ലിക്കായിട്ട് പ്രദർശിപ്പിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ ഫോട്ടോ മുഖേനയോ മാധ്യമ മുഖേനയോ ഒക്കെ ജനങ്ങൾക്ക് അറിയിച്ചിട്ടും എത്തിച്ചിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ഏജൻസിക്ക് ഗവേഷണത്തിന് കൊടുക്കുക എന്നുള്ളത് അതിന്റെ ആവശ്യമുള്ള കാര്യമായിട്ട് തോന്നുന്നില്ല. ആദ്യമൊക്കെ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവർക്ക് നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല അവരുടെ ഭാഗത്ത്. കാരണം അവര് പറയുന്നത് എന്താ പറഞ്ഞാല്, ഞങ്ങൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി അതിന്റെ ആവശ്യം നമുക്കില്ല, അതിന്റെ ഉപകാരമൊക്കെ എടുത്തു ഇനി നശിപ്പിച്ചു എന്നുള്ളതാണ് അവർ ആൻസർ. പക്ഷെ ഞാൻ ഇതിനോട് തീർത്ത് യോജിക്കുന്നത്. കാരണം ഒരു മനുഷ്യന് ആദ്യമായി ചന്ദ്രനിൽ പോകുന്നു, അവിടെ നിന്നുള്ള കല്ലുകളും മണ്ണുകളും റിസർച്ചിനായി കൊണ്ടുവരുന്നു, അവരതിന് ഗവേഷണം ചെയ്യുന്നു, അതിനെ സൂക്ഷിക്കുന്നതിന് പകരം അവർ നശിപ്പിച്ചെന്നൊക്കെ പറയുമ്പോൾ ചെറിയ തോതിലുള്ള കല്ലൊക്കെ ആണെങ്കിൽ വേണ്ടെന്ന് വെച്ചാൽ, പക്ഷെ ഇത് വലിയ തോതിലുള്ള കല്ലുകൾ അവിടുന്ന് അതിനോടൊപ്പം കല്ലുകളോടൊപ്പം തന്നെ അവർ ഫോട്ടോസും അവർ സൈറ്റിൽ ഉണ്ടായിരുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോ എനിക്ക് തോന്നുന്നത് അവരൊരു തരത്തിലുള്ള ഒരു തെളിവ് നശിപ്പിക്കലാണ്. ഒന്ന് കൂട്ടി വായിക്കുമ്പോൾ ഒരു തെളിവ് നശിപ്പിക്കുക ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ആദ്യം എതിർക്കേണ്ടത് USSR ആണ്. അവരുടെ തന്നെ എൻസൈക്ലോപീഡിയയിലെ വേൾഡ് ഹിസ്റ്ററിയിലെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് മനുഷ്യനെ ചന്ദ്രനിലേക്ക് എത്തിക്കുക എന്നൊരു സുപ്രധാന സംഭവമായിട്ട് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഈ മിഷനിലെ ടെക്നിക്കൽ ഹെഡ് ആയിട്ടുണ്ടായിരുന്ന ബിൽ കൈസിംഗ് എന്നൊരു സയന്റിസ്റ്റ്, അദ്ദേഹം രചിച്ച ഒരു പുസ്തകമുണ്ട്, വി നെവർ വെന്റ് ടു ദ മൂൺ എന്ന തലക്കെട്ടിലാണ് അദ്ദേഹം പുസ്തകം രചിക്കുന്നത്. അതിന്റെ ഉള്ളിൽ പറയുന്നത് ക്രൈസിസും അവര് ഇങ്ങനൊരു സംഭവം നടത്തിയിട്ടില്ല ഒരു സെറ്റ് ഇട്ടിട്ടാണ് അവർ ചെയ്തെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഈ സമയത്തൊക്കെ 650 ബില്യൺ ആളുകള് ഈ അപ്പോളോ 11 ലോഞ്ചിങ് കണ്ടുകൊണ്ടിരുന്നു, ലൈവ് ടെലികാസ്റ്റ് കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് USSR ഇതേ പറഞ്ഞ പോലെ USSR കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടാവണം. കാരണം അത്ര രീതിയിലുള്ള ശീതയുദ്ധങ്ങളാണ് അവർ തമ്മിൽ നടക്കുന്നുള്ളത്. പക്ഷെ അപ്പോളോ 11 മാത്രം പറഞ്ഞുകൊണ്ട് അധികം വാദങ്ങളും അതൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ അതിനുശേഷം 12ഉം 13ഉം 14 അതൊക്കെ ഉണ്ട്. 17 അവര് പോയിട്ട് അവിടെ ലാൻഡ് റോവറൊക്കെ ഇറക്കിയിട്ട് അവിടെ വാഹനം 15ഓ 16ഓ ആയിട്ട് അവര് അവിടെ വാഹനങ്ങൾ ഇറക്കിയിട്ട് ഒരു വാഹനമൊക്കെ ഓടിക്കുന്ന വീഡിയോ ഡ്രൈവ് ചെയ്യുന്ന വീഡിയോ ഇന്ന് ലഭ്യമാണ്. നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്ന കുറച്ച് അവര് ഗവേഷണം ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇന്നും അവൈലബിൾ ആണ്. അതൊക്കെ കൃത്യമായി അവരെ കൊണ്ടുപോയി അടുത്ത ആളുകളെ ഇറക്കി റിട്ടേൺ കൊണ്ടുവന്ന സക്സസ് ആയ സാധനങ്ങളാണ്. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത എതിർപ്പ് ലെവലില് മാത്രം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. എന്തൊക്കെ ഇരുന്നാലും നാസ ശാസ്ത്ര മേഖലകളിൽ ചെയ്തു വെച്ച പങ്കൊന്നും ചെറുതല്ല. വളരെയധികം വികസന രീതിയിൽ ലോകങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ബഹിരാകാശം അല്ലെങ്കിൽ ശാസ്ത്ര മേഖലകളിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ എന്താ പറയാ പഠനങ്ങൾ നടത്തി നൽകിയിട്ടുണ്ട്. അതിപ്പോ ഹബിൾ ടെലിസ്കോപ്പ് ആണെങ്കിലും ഈ അടുത്ത് അയച്ച ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ആണെങ്കിലും എല്ലാത്തിലും വലിയൊരു പങ്ക് തന്നെ നാസക്ക് ഉണ്ട്. അപ്പോൾ എന്നിരുന്നാലും അതിൽ നിന്നുള്ള മെച്ചങ്ങൾ ഞാൻ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതെ, തീർച്ചയായും അതൊരു ഉൾക്കൊള്ളേണ്ട കാര്യം തന്നെയാണ്. 1 0 all engine running. Liftoff. We have a liftoff. 32 minutes past the hour. Liftoff on Apollo 11. ഇന്നത്തെ ശാസ്ത്രലോകം സഞ്ചരിക്കുന്ന വഴി എന്നുള്ളത് നാസ കാണിച്ചു തന്ന വഴിയിലൂടെയാണ്. ഇന്നത്തെ ശാസ്ത്രലോകത്ത് നാസയുടെ പങ്ക് എന്തെന്നുള്ളത് ഇപ്പോഴും നാസ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, തീർച്ചയായും ഈ അടുത്ത് ട്രംപിന്റെ ഒരു പ്രഖ്യാപനത്തോടു കൂടി നാസ
ആർട്ടമിസ് 4 എന്നുള്ള ഒരു പുതിയ ഒരു പദ്ധതി കൂടി ലോഞ്ച് ചെയ്യാനിരിക്കുകയാണ്. Been returning American astronauts to the moon for the first time since 1972 for long-term exploration and use. ഒരു വുമൺ ആസ്ട്രോണറ്റിനെ ലക്ഷ്യറസ് ആയി ഇതിനു മുമ്പുള്ളതിനേക്കാളും ലക്ഷ്യറസ് ആയി അവിടെ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുന്നുള്ളത് 25-26 ചെയ്യുന്നുള്ളത് ട്രംപ് ഇതിന്റെ ഇടക്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പം ഇത്ര കാലം ഈ വാദത്തിനുള്ള എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് നമുക്ക് ഈ ആർട്ടമിസ് 4 തെളിയിക്കാൻ സാധിക്കും. അപ്പൊ ഇൻഷാല്ലാ ഇവിടെ നിർത്താം. വീണ്ടും പുതിയ ചർച്ചകളുമായി പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. Okay, Neil, we can see you coming down the ladder now. One small step for man, one giant leap